PM ആർഷോ ചേരുന്നുണ്ട്. ആർഷോ, അവിടെ ഈ തൃശൂർ മാളയിൽ കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെയാണ് സംഘർഷം, കൂട്ടത്തല്ല് ഉണ്ടായത്. SFI UDSF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായി എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതിൽ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? SFI പ്രവർത്തകർക്ക് ആർക്കൊക്കെ പരിക്കേറ്റ്? നിങ്ങൾ SFI നേതൃത്വം ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത്? ഇതില് ഒരു SFI UDSF സംഘർഷം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത തന്നെ വലിയ നീതികേടാണ്. അങ്ങനെ ഒരു വിഷയമല്ല കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ആ കലോത്സവത്തിന്റെ ആരംഭഘട്ടം മുതൽ സംഘാടകരും വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും തമ്മിൽ വിധിനിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കവർത്ത് മത്സര പരിപാടികൾ വൈകുന്നത് ഉൾപ്പെടെയുള്ള സംഘാടനവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയത്തിൽ എതിർപ്പുകളും എതിരഭിപ്രായങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്ന തരംഗം. അതിന്റെയൊക്കെ തുടർച്ചയിലാണ് ഈ പറഞ്ഞ പോലെ ഇന്നലെ രാത്രിയോടുകൂടി ക്യാമ്പസിനകത്ത് സംഘർഷം സംഘർഷം അതിന്റെ സംഘാടകരായിട്ടുള്ള UDSFന്റെ പുറത്താണ്. അതിന്റെയൊക്കെ വിഷ്വൽ നിങ്ങൾക്ക് എത്രത്തോളം ലഭ്യമായിട്ടുള്ളത് എനിക്കറിയില്ല. അതിൽ എത്രത്തോളം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ മാരകായുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്നത് SFI പ്രവർത്തകരെയല്ല, വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളെയാണ്, വിദ്യാർത്ഥികളെയാണ്. അങ്ങനെ അവരുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട പോരായ്മകൾ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകൾ ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെയാണ് ഏകപക്ഷീയമായി സംഘാടകർ ആക്രമിക്കുന്നത്. SFI KSU സംഘർഷമല്ല. അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. കലോത്സവവുമായി ബന്ധപ്പെട്ട് കലോത്സവം പൊളിഞ്ഞു, അതിന്റെ സംഘാടനമാകെ പാളിയ ഘട്ടത്തിൽ ഏത് വിധേനയും ആ പാളിച്ച മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ആക്രമിക്കുന്നതല്ല. വിവിധ ക്യാമ്പസുകളിൽ അതിൽ തെരഞ്ഞുപിടിച്ച് SFIയുടെ നേതൃത്വത്തിൽ കോളേജ് യൂണിയനുകളുള്ള ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ചടിക്കുന്ന അതിനകത്ത് ദൃശ്യങ്ങൾ നമ്മൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന, കമ്പിവടികൾ കൊണ്ടടക്കം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകർ കേരളം കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതിൽ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് കലോത്സവം നടക്കുന്നിടത്ത് ഈ മാരകായുധങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. ഈ യൂണിറ്റ് സെക്രട്ടറിയുടെ ആരോഗ്യാവസ്ഥ എന്താണ് ആർഷോ? യൂണിറ്റ് സെക്രട്ടറി ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്, ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹം ഇതിനു മുൻപ് തന്നെ ഓൾറെഡി ഫിസിക്കലി ഒരുപാട് പ്രയാസങ്ങളുള്ള, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തിയാണ്. കേരള കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. എങ്ങനെയാണ് മാരകായുധങ്ങൾ സമാഹരിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് സർവകലാശാല യൂണിയന്റെ ഭാരവാഹികളാണ്. ആ മാരകായുധങ്ങൾ എടുത്തു പ്രയോഗിക്കുന്ന, നിങ്ങൾ ആ കമ്പിവടിക്ക് അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ അടിച്ചുകൊണ്ടിരിക്കുന്നത് KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്. ഗോകുൽ ഗുരുവായൂരെന്ന തൃശ്ശൂരിലെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലയിലെ KSUവിന്റെ നേതൃത്വമായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ കമ്പി വെടിക്കുന്നത്. ഒരു നിമിഷം തുടരണം ആർഷോ. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് സംഘർഷം തുടങ്ങിയത്, പ്രതിരോധമാണ് KSUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അല്ല, ഒരു നിലയ്ക്കുമല്ല. നേരത്തെ അലോഷി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരു ജില്ലക്കകത്തും തല്ലുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കി വെച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, സർവകലാശാല യൂണിയന്റെ ഭാരവാഹി ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്കുള്ള വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ അവരുടെ യൂണിയനാണ്. ആ കലോത്സവം ഉൾപ്പെടെ നല്ല നിലയ്ക്ക് ഇപ്പൊ മുൻപ് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവമില്ല കേട്ടോ. ഞങ്ങളൊരു കലോത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് KSU MSF ഞങ്ങളോട് സഹകരിച്ചതിന്റെ അനുഭവം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹികളോട് ബന്ധപ്പെട്ട് കലോഷി, ഞാൻ ഈ കലോത്സവങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഇവരുടെ സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടുള്ള ആളാണ്. നേരിട്ട് ബന്ധപ്പെട്ട് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ജില്ലയിൽ ഞങ്ങളുടെ എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിലയ്ക്ക് ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകളെ നടത്തി പരിചയമുള്ള ആളുകൾ ഞങ്ങളാണ്, എന്തെങ്കിലും നിലയ്ക്കുള്ള സഹായം ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അവരുടെ സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ, ഇവരുടെ ഓരോ ഓണ കലോത്സവവുമായി ബന്ധപ്പെട്ടു. പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഏകപക്ഷീയമായി SFI പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഒരു കലോത്സവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ കലോത്സവം നടന്ന മലപ്പുറത്ത് സമാനമായ നിലയിൽ ഇവർക്ക് SFI പ്രവർത്തകരെ, ഇവരാണ് സംഘാടകർ, ഇവരവരുടെ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ചിട്ട് ഇതിന്റെ ഭാഗമായി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ അവർക്കൊരു കാലഘട്ടത്തിലും കയറി ചെല്ലാൻ വേണ്ടി കഴിയാത്ത ക്യാമ്പസുകളിലാണ് ഇവർ പഠിക്കുന്നത് എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്ത് ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി കലോത്സവ വേദികളെ മാറ്റിയാണ്. വലിയ ക്രമക്കേട്, അഴിമതി ഉൾപ്പെടെ കലോത്സവത്തിന്റെ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ട്. വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ആംബുലൻസിന് നേരെ ആക്രമണം നടക്കുന്നതിന്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. അത് SFIക്കാരെ സഹായിക്കാനായി എത്തിയവരുമാണ് ആ ആക്രമണം നടത്തുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ ഈ ആംബുലൻസിന് നേരെ ആക്രമണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല, രണ്ട് കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ആ ക്യാമ്പസിനകത്ത് കലോത്സവ വേദിക്കകത്തുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ KSU പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടില്ല, SFI പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്.
KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്ന വാദം തന്നെ ശരിയായിട്ടുള്ള വാദമല്ല. 2, അങ്ങനെ ആംബുലൻസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങളുടെ ആരുമില്ല. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലും ആഹ്വാനം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകരാരും തന്നെ അത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ തികഞ്ഞിട്ടുള്ള ബോധ്യം. അങ്ങനെ ഒരു ആക്രമണത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടില്ല. ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പരിക്കേറ്റ ഈ വിവിധങ്ങളായിട്ടുള്ള വാർത്താമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നത് അക്രമത്തിൽ പരിക്കേറ്റ ആളുകളായിരുന്നില്ല ആംബുലൻസിൽ നിന്നാണ്. ഈ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ ഈ ഇരുമ്പോടി കടിക്കുന്ന ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു വാഹനത്തിനകത്ത് ആംബുലൻസിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വല്ല ബ്രേക്ക് ഇട്ടപ്പോഴും ഗോകുൽ ഗുരുവായൂരിന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പൂടി കിട്ടിയിട്ട് ആംബുലൻസിന്റെ ചില്ല് തറന്നിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരു ആക്രമണത്തിനും നേതൃത്വം അങ്ങനെയല്ല. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആംബുലൻസിന് മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നു. കാറിന് പുറകിൽ സീറ്റിൽ നിന്നും മുൻ സീറ്റിൽ നിന്നും ആളുകൾ ഇറങ്ങുന്നുണ്ട്. അവർ ഇറങ്ങി ഈ ആംബുലൻസിനെ ആക്രമിക്കുന്ന വിഷ്വൽ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ സ്ഥിതിക്ക് പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആരായിരുന്നാലും അത് കണ്ടെത്തുകയാണ് വേണ്ടത്, ഞങ്ങളല്ല എന്നുള്ളതാണ്. ശരി, എന്തായാലും കാലിക്കറ്റ് ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ കലാപം ഉണ്ടായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ 10-20 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. വിദ്യാർത്ഥികൾ ഇന്ന് വിളിക്കാൻ സത്യമായും അതിലൊരു ആക്ഷേപം തോന്നുകയാണ്. കയ്യിൽ കമ്പിവടിയും മുറിപ്പത്തലും കൊണ്ട് ക്യാമ്പസിൽ പോകുന്നവർ വിദ്യാർത്ഥികളാണോ എന്ന കാര്യത്തിൽ ഒരു പുനർചിന്ത വേണ്ടതുണ്ട്.